എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പലർക്കും യൂസ്ഫുൾ ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇന്ന് കുറച്ച് പർച്ചേസിങ്ങിന് ഇറങ്ങിയതാണ്. നമ്മുടെ ബാഗ് കാര്യങ്ങളൊക്കെ തയ്ക്കാനായിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ വേണം, മെയിനായിട്ട് സ്റ്റിഫ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയൊക്കെയാണ്. അപ്പോൾ ഞാൻ വന്നേക്കുന്നത് എറണാകുളം ജില്ലയിലെ പുല്ലേപ്പടി ജംഗ്ഷനിലുള്ള KC പപ്പു ആൻഡ് സൺസിൻ്റെ ആർട്ട് എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ. വെറും സൂപ്പർ മാർക്കറ്റല്ല, ഗാർമെൻറ്റ് ആക്സസറീസിൻ്റെ സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. ടൈലറിങ് സംബന്ധമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ കിട്ടും കേട്ടോ. ടൈലറിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഡ്രസ് മേക്കിംഗ് മാത്രമല്ല കേട്ടോ, എല്ലാ തരം സ്റ്റിച്ചിങ്ങിൻ്റെ പരിപാടികളും ഇവിടെ തന്നെയുണ്ട്. ബാഗിൻ്റെ ആയിക്കോട്ടെ എല്ലാത്തിൻ്റെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വലിയൊരു ഗോഡൗൺ ആണ്. സത്യം പറയുന്നത് ഫസ്റ്റ് കാണുമ്പോഴത്തേക്ക് നമ്മൾ ഓർക്കും ചെറിയൊരു ഷോപ്പാണ്, അങ്ങനെയല്ല കേട്ടോ. ഇത് വലിയൊരു ഗോഡൗൺ ആണ്. ഇപ്പം നിങ്ങൾ പലരും വിചാരിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും, എറണാകുളത്ത് എടുക്കുന്ന ഷോപ്പ് എന്തിനാണ് ഞങ്ങളെ കാണിച്ചു തരുന്നത്, ഞങ്ങൾക്ക് എന്താ യൂസ് ഉള്ളതെന്നും. യൂസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഉള്ള ഐറ്റംസ് നിങ്ങൾക്ക് എവിടെ നിന്നായാലും ഓർഡർ ചെയ്യാം കേട്ടോ. അവിടെ ഇവർ എത്തിച്ച് തരുമെന്നാണ് ഇവർ പറഞ്ഞതും. പിന്നെ ഒരു കാര്യം അതെന്ന് തന്നെ പറഞ്ഞ കേട്ടോ, ഇത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല കേട്ടോ. കഴിഞ്ഞ ദിവസം യാദൃശികമായിട്ട് അവിടെ ചെന്നു ഞാൻ കാര്യം പറഞ്ഞു, അവരുടെ അടുത്ത് പറഞ്ഞു നിങ്ങളെ കാണിക്കാനെന്ന് പറഞ്ഞപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷോപ്പിനെ പറ്റി നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. നമ്മുടെ ടൈലറിംഗ് മെഷീൻസിൻ്റെയൊക്കെ ഡീലർമാരായിട്ടുള്ള KC പപ്പു ആൻഡ് സൺസിൻ്റെയൊക്കെ ഒരു ഷോപ്പാണ്. വർഷങ്ങളായിട്ട് ഇവർ ഈ ഒരു മേഖലയിലുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് തോന്നുന്നു A to Z കാര്യങ്ങളുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ തരം ഐറ്റം ഉണ്ട് കേട്ടോ. ടൈലറിംഗ് മെഷീൻസിൻ്റെ പാർട്സ് മുതൽ നമുക്ക് തയ്ക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ കണ്ണ് തള്ളിപ്പോട്ടെ, എൻ്റെ കണ്ണ് തള്ളിപ്പോറുണ്ട് പലപ്പോഴായിട്ട്. കാര്യം എന്താ വെച്ചാൽ ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത പല പല സാധനങ്ങളും കാണും കേട്ടോ. ഇവിടെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ തരം സാധനങ്ങളും കിട്ടും കേട്ടോ. ഞാൻ ഇതിന് മുന്നേ ഫാഷൻ ഡിസൈനിങ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ബ്രോഡ്വേയിലൊക്കെ പോയിക്കൊണ്ടിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബീഡ്സ് വിൽക്കുന്ന കടയിൽ സീക്വൻസ് ഉണ്ടാവില്ല, സീക്വൻസ് വിൽക്കുന്ന കടയിൽ സിബ് ഉണ്ടാവില്ല, സിബ് വിൽക്കുന്ന കടയിൽ നൂലുണ്ടാവില്ല. ഓരോന്നിനും ഓരോ കടകളാണ്. അതാണെങ്കിലും ബൾക്കായിട്ട് നമ്മൾ എടുക്കുകയും വേണം കേട്ടോ. അതായത് വലിയ പാക്കായിട്ട് വേണം എടുക്കാൻ, എന്നാൽ മാത്രം റേറ്റ് കുറച്ച് കിട്ടുള്ളൂ. അല്ലെങ്കിൽ സാധാരണ റീറ്റെയിൽ ഷോപ്പിലേക്ക് പോലത്തെ വിലയൊക്കെ തന്നെയാണ് അവിടെ ഉള്ളത്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കുണ്ടല്ലോ ഏറ്റവും വലിയ ക്വാളിറ്റി എനിക്ക് തോന്നിയേക്കുന്നത് വെച്ചാൽ എല്ലാം ഒരുമിച്ചുണ്ട് കേട്ടോ. ഇവിടെ നമ്മളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നവർ പറയത്തില്ല കേട്ടോ. ഒന്നിൽ സ്റ്റോക്ക് തീർന്നു പോയിക്കണമായിരിക്കുള്ളൂ, അല്ലാതെ വരത്തില്ല കേട്ടോ. ഞാനിപ്പോൾ ആദ്യം വന്നപ്പോൾ സ്റ്റിഫ് ഉണ്ടായിരുന്നില്ല. കാര്യം എന്താ വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ച സ്റ്റിഫ് ആണെങ്കിൽ പെട്ടെന്ന് സ്റ്റോക്ക് തീർന്നു പോയായിരുന്നു. ഭയങ്കര കട്ടിയുള്ള സ്റ്റിഫായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അത്രയും കട്ടിയുള്ള സ്റ്റിഫ് വേണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർ 2 ദിവസം കഴിഞ്ഞിട്ട് വരാം. അവർ 2 ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ ഇതേ സംഭവം അവിടെ ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെയാണ് സ്റ്റോക്ക് ഇങ്ങനെ റീസ്റ്റോക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ചെറിയ ചെറിയ പാക്കറ്റുകളൊക്കെ ആക്കി വെച്ചേക്കണം. വയ്ക്കും വലിയ പാക്കറ്റ് വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് കുഞ്ഞു പാക്കറ്റ് വാങ്ങിക്കാം കേട്ടോ. അതേക്കെ പോലെയാണ് എല്ലാം സെറ്റാക്കി വെച്ചേക്കണത്. ബൾക്കായിട്ട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ അവർക്ക് പറ്റിയതുകൊണ്ടും, ചെറിയ രീതിയിൽ പർച്ചേസ് ചെയ്യാൻ വന്നേക്കണവരാണോ അവർക്കും പറ്റിയതുണ്ട് കേട്ടോ. കണ്ട ബീഡ്സൊക്കെ കണ്ടോ, ഇതിനൊക്കെ വേണ്ടി ഞാൻ എന്തോരം കിടന്ന് അലഞ്ഞുണ്ടെന്നറിയാമോ. ബ്രോഡ്വേ കിടന്നിട്ട് ബീഡ്സിനൊക്കെ വേണ്ടിയിട്ട് അവസാനം അവിടെ ഉള്ള ഓറഞ്ചും ജോസാൻ കമ്പനി എന്നും പറഞ്ഞിട്ട് റീറ്റെയിൽ ഷോപ്പാണ്. അവിടെ കയറിയൊക്കെ വാങ്ങിച്ചത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹോൾസെയിൽ കടയിൽ ചെല്ലുമ്പോഴത്തേക്കും ഒരു ബണ്ടിൽ നമുക്ക് എടുത്ത് കാണിക്കാം, നമുക്ക് അത്രയും ആവശ്യമില്ലായിരിക്കും. ബാക്കി പൈസ എന്ന് പറഞ്ഞാൽ നമ്മൾ റെഗുലറായിട്ട് ഡിസൈനൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാത്തവർക്കാണ് പണി കിട്ടുന്നത്. എൻ്റെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഇപ്പോഴും ഇരിപ്പടട്ടെ. 10 വർഷത്തോളമായി, എന്നിട്ടും പകുതി പോലും ഉപയോഗിക്കാത്ത സംഭവങ്ങളൊക്കെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ നൂലാണ് കേട്ടോ, എംബ്രോയ്ഡറി മെഷീനിൽ ഫിറ്റ് ചെയ്യുന്ന നൂലാണ്. വിലയുടെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് തോന്നിയായിരുന്നു കേട്ടോ. ഞാനിവിടുന്ന് ചെറിയ നൂല് വാങ്ങിക്കുന്ന 5 രൂപക്കാണ്. അവിടെ എനിക്കൊരു വലിയ കെട്ട് നൂല് 10 രൂപക്കാണ് കിട്ടിയതും. 30 രൂപ എങ്ങാണ്ടാണ് റീറ്റെയിൽ പ്രൈസ് എങ്ങാണ്ട് അതിൻ്റെ അകത്ത് കിടക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും അത്യാവശ്യം നല്ല നൂലാണ്. ഞാനിപ്പോൾ റെഗുലറായിട്ട് ആ നൂലാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ റേറ്റിന് പറ്റിയ ഐറ്റംസ് ഒരുപാടുണ്ട്. ബൾക്കായിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ അതിലും റേറ്റ് കുറച്ച് കിട്ടുകയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെയെന്ന് പറയുമ്പോഴത്തേക്കും പലതരം ഐറ്റം ഇരിക്കുന്നത്. നമുക്ക് റേറ്റ് കുറഞ്ഞത് വേണോ അതിന് പറ്റിയതുകൊണ്ട്, റേറ്റ് കൂടുതൽ വേണോ അതിന് പറ്റിയുണ്ടും. ഇതൊക്കെ കണ്ട ബട്ടൺസിൻ്റെ സെക്ഷൻ കേട്ടോ, നിറയെ ബട്ടൺസ് കേട്ടോ, പലതരത്തിലുള്ള ബട്ടൺസ് കാര്യങ്ങളൊക്കെയാണ്. അതിൽ മരത്തിൻ്റെ സെക്ഷനാണ് കേട്ടോ. അതായത് മരം വെച്ച് ഉണ്ടാക്കിയേക്കണ ബട്ടൺസ് ഉണ്ടല്ലോ, അതിന് അല്പം റേറ്റ് കൂടുതലാണ്. ഇതിന് റേറ്റ് കുറവാണ് കേട്ടോ. എനിക്ക് 100 താഴെയും കണ്ടുണ്ടായിരുന്നുള്ളൂ നടക്കുന്ന വലിയ പാക്കറ്റും. ഇതൊക്കെ ഫാൻസി ടൈപ്പ് ഉള്ളതാണ്. അതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന
പറ്റുന്ന രീതിയിൽ ചെറുതാക്കി വെച്ചേക്കാനും. ഈ ഒരു സാധനം 1000 രൂപയുടെ അടുത്ത് വിലയുണ്ട് കേട്ടോ. പക്ഷേ അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബൾക്കൊക്കെ ആയിട്ട് ഇതേപോലെ സ്റ്റിച്ച് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിന് പറ്റിയതുണ്ട്. അല്ല നമുക്ക് കുറച്ച് മതി, നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ അത് മതി കേട്ടോ. ഈ ഒരു സംഭവമൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പ്രസ് ബട്ടൺ പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്, എനിക്കറിയത്തില്ല, ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. പലതും കണ്ടിട്ട് വന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കണ്ടേ, അവരുടെ അടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞ് വീഡിയോ എടുത്തതാണ്. അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചറിയണത്. ഇതൊക്കെ കപ്പാണ്, നമ്മൾ ഡ്രസ് മേക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കപ്പില്ലേ, സ്ത്രീകളുടെ ഡ്രസ് മേക്കിങ്ങിന് അതിന് വേണ്ടിയിട്ടുള്ള കപ്പുകളൊക്കെയാണ് കേട്ടോ. ഈ ഒരു സെക്ഷനിലാണ് ഞാൻ ഈ ഇടയായിട്ട് അവിടെ കിടന്നിട്ട് പ്രാഞ്ചി നടക്കുന്നത് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ എനിക്കിത് ഇതേപോലെ സ്കെയിലുകളൊക്കെ വാങ്ങിക്കാൻ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. കയ്യിൽ 10 പൈസയൊക്കെ വന്നിട്ട് വേണം, 10 പൈസ അല്ല കേട്ടോ, 4 കാശ് വന്നിട്ട് വേണം ഇതേപോലെ പല ഷേപ്പിൽ പറഞ്ഞ നീളത്തിലും എന്താ പറയുക ഹാഫ് സ്ക്വയറിലൊക്കെ പറഞ്ഞ ആ ഒരു സ്കെയില് കാര്യങ്ങളൊക്കെ എനിക്ക് വാങ്ങിക്കാനായിട്ട് കേട്ടോ. പിന്നെ ഇത് ഈ പറഞ്ഞൊക്കെ എന്ന് പറയുമ്പോൾ ബീഡ്സിൻ്റെ സെക്ഷനാണ് കേട്ടോ. അതെന്ന് പറയുമ്പോഴത്തേക്കും അധികം ക്വാണ്ടിറ്റി ഇല്ല, റേറ്റും കുറഞ്ഞ ടൈപ്പിലുള്ള സെക്ഷനാണ് കേട്ടോ. പിന്നെ ലേസിൻ്റെ സെക്ഷൻ ഞാൻ നേരത്തെ കാണിച്ചു. ലേസൊക്കെ ഞാൻ ആദ്യം കരുതിയത് ഇങ്ങനെ ബണ്ടിലായിട്ട് കൊടുക്കിയിരിക്കുന്നു, അതായത് ആ ഒരു ഫുള്ളായിട്ട് കൊടുക്കിയിരിക്കുന്നു. പക്ഷേ അല്ല കേട്ടോ, ഓൾമോസ്റ്റ് ഇത് കട്ട് ചെയ്ത് വെച്ചേക്കണം. ഇനി കൊടുക്കുമായിരിക്കുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ലേസിൻ്റെ കളക്ഷൻ തന്നെ കേട്ടോ. 2-3 റാക്ക് തന്നെ ലേസിന് വേണ്ടി മാത്രം ഉണ്ട് കേട്ടോ. അതേപോലെ സിബും ഏത് തരം കളറും നമുക്കിവിടെ കിട്ടും കേട്ടോ. എനിക്ക് തോന്നുന്നത് 5 രൂപയിൽ താഴെ എങ്ങാണ്ട് 3 രൂപ എങ്ങാണ്ടാണ് അവിടെ ഒരു കുട്ടി സിബ് വാങ്ങിച്ചുകൊണ്ട് പോയേട്ടോ. ഈ ഒരു കത്രിക കണ്ടോ, അന്യായ വെയിറ്റാണ്. ഞാൻ നോക്കിയതാണ്, എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ കത്രികയില്ലാന്ന്, ഞാനത് വാങ്ങിക്കാൻ ഉദ്ദേശിച്ച് നടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒരു 410 രൂപ. ഭയങ്കര വെയിറ്റാണ്, കൈ ഒടിഞ്ഞു പോകും ആ ഒരു കത്രിക വെച്ചിട്ട് വെട്ടിക്കഴിഞ്ഞാൽ. എനിക്കൊന്നും കട്ടിയുള്ള സംഭവങ്ങളൊക്കെ വെട്ടാനായിട്ടായിരിക്കും തോന്നുന്നു, അത്രയും കട്ടിയുള്ള കത്രിക. ഈ ഒരു സെക്ഷൻ മൊത്തം കത്രികയാണ് കേട്ടോ. ആ ഒരു കത്രിക എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ കാണിച്ച കത്രിക മാത്രമല്ല, പല വെയിറ്റിലൊക്കെ പറഞ്ഞ കത്രികയാണ്. ഇതിൻ്റെ മേളിലിരിക്കുന്ന ഷുഗർ ബീഡ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച ഡ്രസ്സിൽ കളറ് മുക്കുന്ന ചായം പറ്റുമായിരിക്കും എന്ന്. അതേപോലെ നല്ല കളർഫുള്ളായിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ എന്താ പറയുക മിഷീൻ്റെ പാർട്സ് എന്തോ സംഭവങ്ങളൊക്കെയാണ്. ഷുഗർ ബീഡ്സ് ഉരിക്കുന്നുണ്ട്. ഷുഗർ ബീഡ്സ് അത്യാവശ്യം നല്ല സംഭവമാണ്, പക്ഷേ എന്താ പറയണത് ഇച്ചിരി മെനക്കെട്ട പണിയാന്ന് മാത്രമേ ഉള്ളൂ. നന്നായിട്ട് വർക്ക് ചെയ്തതിന് അടിപൊളിയാണ്. ഞാൻ മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട്, നല്ല രസമുണ്ടായിരുന്നു ഷുഗർ ബീഡ്സ്. എനിക്ക് ഷുഗർ ബീഡ്സ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ മാല പോലെ കിടക്കുന്നുണ്ടോ, അതും ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യാനുള്ള, മാല ഉണ്ടാക്കണമെങ്കിൽ മാല ഉണ്ടാക്കല്, ഡ്രസ്സ് ഡിസൈൻ ചെയ്യാം. പല കളർ ഷെയ്ഡിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ തൂക്കിയിട്ടേക്കാണ് കേട്ടോ. അതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ഇതെനിക്ക് തോന്നുന്നത് ചെറിയ പിടിയാണ്. നേരത്തെ ഞാൻ കാണിച്ചു തന്ന വലിയ പിടിയാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ സ്ക്രഞ്ചീസ്, ഹെയർ ബാൻഡ് മേക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് പറ്റിയ ഐറ്റം ഉണ്ട് കേട്ടോ. ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ പെട്ട ഐറ്റം തോന്നുന്നു. ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, ആ ഒരു ഫ്ലവേഴ്സാണ് ഹെയർ ബാൻഡിലൊക്കെ നമ്മൾ വെക്കുന്ന സംഭവം ഉണ്ടല്ലോ, അങ്ങനത്തെ സംഭവമൊക്കെയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ പലതും കാണാത്തൊക്കെ കാണും. ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലായില്ലായിരുന്നു. സ്ട്രാപ്പിൽ ഇങ്ങനെ ഹുക്ക് പോലെ വെച്ച് പോയിട്ടുണ്ട്, എന്താണെന്ന് മനസ്സിലായില്ല. ഈ സിബ് എനിക്ക് കുറച്ച് വാങ്ങിക്കണമുണ്ട്. അതിൻ്റെ റേറ്റ് ഞാൻ നോക്കിയില്ല, അപ്പം ഞാൻ വെറുതെ വീഡിയോയിലെടുത്ത് പോയതാണ്. പിന്നെ ഓർത്ത് ആ സിബ് വാങ്ങിക്കുന്നത്. ഫാൻസി ടൈപ്പ് ബാഗ് തയ്ക്കുകയാണെങ്കിൽ ആ സിബ് വെച്ച് തന്നെ പൊളിയായിരിക്കും. ഇനി ഒന്നുകൂടെ പോകണം, കുറച്ച് പൈസയൊക്കെ ഒപ്പിച്ചിട്ട് വേണം കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ. ഇങ്ങോട്ടേക്ക് നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നത്, എനിക്ക് തോന്നുന്നതും ബാഗ് വേറെ ഐറ്റം ഒക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അങ്ങനത്തെ എന്തോ ഐറ്റത്തിൻ്റെയൊക്കെ സെക്ഷനാന്ന് തോന്നുന്നു. ഇവിടെ നൂലുകളും എലാസ്റ്റിക്കുകൾ കണ്ടോ. എലാസ്റ്റിക്കുകളൊക്കെ ആണെങ്കിൽ ഇതേ റോളാക്കിയിട്ടാണെങ്കിൽ അടുക്കി ഈ റാക്ക് മൊത്തം വച്ചേക്കാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇവിടെ ഉള്ള കളക്ഷൻ കാര്യങ്ങൾ. ഇതൊക്കെ ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നും. കാരണം ഒരു വഴി പോയി കഴിഞ്ഞാൽ പിന്നത്തെ വഴി ഞാൻ മറന്നു പോകണം, ഏത് വഴിയാണ് വന്നതെന്ന് തന്നെ മറന്നു വേണം കേട്ടോ. പിന്നെയെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ജോലി സ്ഥലത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് ഈ സാധനം വാങ്ങിക്കാൻ വേണ്ടി മാത്രമായിട്ട് വന്നേക്കണ കാരണം തന്നെ ഒരു വെപ്രാളം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റാഞ്ഞും. ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഓരോ കടകളിൽ കയറി ഇറങ്ങി നടക്കേണ്ട ആവശ്യമില്ല, നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നു. ഇവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാ സംഭവങ്ങളും കിട്ടുന്നതായിരിക്കുള്ളൂ കേട്ടോ. പിന്നെ ചെറിയ രീതിയിൽ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കും ഈ ഒരു ഷോപ്പ് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവും കേട്ടോ. ഞാനീ പറയണത് അവരിൽ നിന്ന് കാശൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല, അവർ പറഞ്ഞിട്ടല്ല കേട്ടോ. ഞാൻ ഓരോ വീഡിയോയിൽ ഇതേപോലെ ഓരോ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഓരോരുത്തരും ചോദിക്കും സിബ് എവിടെ നിന്ന് വാങ്ങിച്ചത്, സ്റ്റിഫ് എവിടെ നിന്ന് വാങ്ങിച്ചതെന്നും. അപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. പിന്നെ സിബ് കാണിക്കാൻ മറന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു
തോന്നുന്നു ഞാനൊരു വലിയൊരു റാക്കിൻ്റെ സെക്ഷന് പോവാതിരുന്നല്ലോ, ആ ഒരു സെക്ഷനാന്ന് തോന്നുന്നു. പിന്നെ കുറേയൊക്കെ ഞാൻ മിസ്സായി പോയിട്ടുണ്ട്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ മറന്നു പോയാണ്, നിറയെ റാക്കുകളാണ്. ഈ ഒരു സൈഡിൽ കൂടെ പോയി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഏത് വഴിയാണ് വന്നതെന്ന് തന്നെ കൺഫ്യൂഷനായി പോകട്ടോ. അത്രയും മാത്രമുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഞാൻ ബാഗിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സെക്ഷൻ കാണിക്കാൻ മറന്നുപോയി. അത് ഞാൻ വാങ്ങിച്ച സാധനം കാണിച്ചു തരാം കേട്ടോ. ബാഗിന് ഉള്ളിൽ വെക്കുന്നതാ, സ്റ്റിഫായി നിൽക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചേക്കുന്നതാണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റാന്ന് തോന്നി. അത് ഞാൻ വാങ്ങിച്ച അവിടെ ബില്ല് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ നൂലാണ് ഇരിക്കുന്നതും. അപ്പോൾ എനിക്കൊരു ആകാംക്ഷ, നൂലിന് എന്ത് റേറ്റ് വരുമെന്ന് പറയുമ്പോഴേ തിരിച്ച് ചോദിക്കുമ്പോൾ 100 റേറ്റ് കാണുള്ള, പക്ഷേ നിസ്സാര പൈസ എങ്ങാണ്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് 55 രൂപ എങ്ങാണ്ടായിരുന്നു തോന്നുന്നു. അതെ, 55 രൂപയാണ് ഈ ഒരു കെട്ട് നൂലിന് പറഞ്ഞ കേട്ടോ. ഞാനൊക്കെ വാങ്ങിക്കുന്ന ഒരു കുഞ്ഞു നൂലിൽ 5 രൂപ കൊടുത്താണ്ടോ വാങ്ങിക്കുന്നത്. ഇതേപോലത്തെ നൂലാണ് ഞാൻ 10 രൂപ വാങ്ങിച്ചേട്ടാ. അത്യാവശ്യം നല്ല നൂലായിരുന്നു, ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമേ വാങ്ങിച്ചുള്ളായിരുന്നു. ഇതിൻ്റെ അകത്ത് 30 രൂപ കിടക്കുന്നത് എനിക്കറിയില്ല, എനിക്ക് 10 രൂപ കിട്ടീന്. എന്താ ഇതിലും ചെറിയ നൂലാണെന്ന് അറിയില്ല. അത്യാവശ്യം നല്ല നൂലാണ്ടോ, കുറേ എനിക്ക് തയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ആ നൂല് വെച്ചിട്ട് തന്നെ. ഞാൻ സാധാരണ വാങ്ങിക്കുന്നത് ഇതേപോലത്തെ കുഞ്ഞു നൂലാണ്, അതാണെങ്കിൽ പെട്ടെന്ന് തീർന്നു കേട്ടോ. അത്യാവശ്യം അഫോർഡബിളായി തോന്നി. അപ്പം നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നാണ്. ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ട്, ഇവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ ആദ്യം അവിടുത്തെ വിസിറ്റിംഗ് കാർഡ് എടുത്ത് വീഡിയോ എടുത്തപ്പോൾ അവർ വേഗം തന്നെ അവിടുത്തെ ഒരു സ്റ്റാഫിൻ്റെ നമ്പർ അടിച്ചിട്ട് എനിക്ക് തന്നിട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്യാൻ കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ, എൻക്വയറിക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു നമ്പറിൽ വിളിച്ചാൽ മതി. നിങ്ങൾ ഏത് നാട്ടിലാണെങ്കിലും അവിടെ നിങ്ങൾക്ക് ഈ സംഭവം എത്തിച്ചു തരും, നിങ്ങൾ ആവശ്യപ്പെടുന്ന സംഭവം എത്തിച്ചു തരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിളിച്ചൊന്ന് അന്വേഷിച്ച് നോക്കട്ടോ. അപ്പോൾ അതേ ഞാൻ എടുത്ത സാധനം ഇവിടെ ബില്ലൊക്കെ ചെയ്ത് കഴിഞ്ഞിരിക്കുക, ക്യാഷ് കൊടുത്താൽ കേട്ടോ. സ്റ്റിഫും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ റെഡ് കളറാണ് ബാഗിൻ്റെ അടിയിൽ വെക്കുന്നത്, അതിന് 55 രൂപ കേട്ടോ മീറ്ററിന് വന്നതും. സ്റ്റിഫാണെങ്കിൽ നല്ല കട്ടിയുള്ള സ്റ്റിഫാണ്, 195 രൂപ 5 മീറ്ററിന്. ഒരു മീറ്ററിന് അപ്പോൾ നിസ്സാര വിലയായിട്ടുള്ളൂ. ഇവിടെ ഞാൻ സാധാരണ കട്ടിയില്ലാത്ത സ്റ്റിഫ് ചോദിച്ചപ്പോൾ 22 രൂപ പറഞ്ഞതും. അതൊക്കെ വെച്ച് നോക്കിയാൽ നല്ല അഫോർഡബിൾ ആണ് കേട്ടോ. അപ്പോൾ അതേ പർച്ചേസിങ് കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടമല്ലായിരിക്കാൻ മറക്കേണ്ട. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.